ദി പെൻഗ്വിൻ ഓൾറെഡി ഈ ഒരു ഷോ ടോക്കിംഗ് സബ്ജക്റ്റാണ്. കാരണം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് അല്ലെങ്കിൽ ഷോഗണിന് ശേഷം ഇറങ്ങിയതിൽ ദ ബെസ്റ്റ് ഡ്രാമയാണ് ഈ ഒരു ഷോ എന്ന് പറയുന്നത്. ഇതൊരു സൂപ്പർ ഹീറോ വേൾഡിൽ നിന്ന് വന്ന സൂപ്പർ ഹീറോ യൂണിവേഴ്സിൽ DC-യുടെ ഒരു ഷോ ആണെന്ന് ഇതിൽ എവിടെയും നമുക്ക് മനസ്സിലാകില്ല എന്നുള്ളതാണ്. അതായത് ഒരു സൂപ്പർ ഹീറോ ഫ്രാഞ്ചൈസിയിലെ ഒരു വില്ലൻ ക്യാരക്ടറിനെ പറ്റിയിട്ടുള്ള ഒരു ഒറിജിൻ സ്റ്റോറിയാണ്. ഒറിജിൻ സ്റ്റോറിയല്ല, ആ ഒരു ക്യാരക്ടറിൻ്റെ സ്റ്റോറിയാണെന്ന് ഇത് കാണുമ്പോൾ ഫീൽ ചെയ്യില്ല. ഒരു ഗ്യാങ്സ്റ്റർ ക്രൈം ഡ്രാമ, അതിനപ്പുറം ഒന്നുമില്ല. അത്രയ്ക്ക് ബ്യൂട്ടിഫുള്ളായിട്ടാണ് സാധനം ക്രാഫ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. മാറ്റ് റീവ്സിൻ്റെ ബാറ്റ്മാനിൽ നമ്മൾ പെൻഗ്വിനെ കണ്ടിട്ടുണ്ട്. കോളിൻ ഫെറലാണ് ആ ഒരു ക്യാരക്ടറിനെ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഷോയിൽ വന്നപ്പം ഒരു ക്യാരക്ടറും കൂടെ ഉണ്ട് എടുത്തു പറയേണ്ടത്, സോഫിയ ഫാൽക്കോൺ. ക്രിസ്റ്റീൻ മിലിയോട്ടി പുള്ളിക്കാരി ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു ആക്ട്രസ്സാണ്. കാരണം ആ ഒരു ക്യാരക്ടറിൻ്റെ ടെറിഫയിങ് ഫേസ് ഉണ്ടല്ലോ എവരി സീനിലും. കാണിക്കുന്ന ഓരോ സീനിലും നമുക്കത് ഹാങ്മാനാണ്. ഓക്കെ, ഇപ്പോൾ സോഫിയ ഫാൽക്കോണിനെയാണ് കാണിക്കുന്നത്, പക്ഷേ സോഫിയ ഫാൽക്കോണിൻ്റെ ഇന്നർ ഡീമൻ എന്ന് പറയുന്ന സാധനമുണ്ട്. ദ ഹാങ്മാൻ എന്ന് പറയുന്നൊരു ക്യാരക്ടറുണ്ട്. അതായത് ഭയങ്കര സീരിയൽ കില്ലറായിട്ടുള്ളൊരു ക്യാരക്ടറാണ് ഈ സോഫിയ ഫാൽക്കോൺ. അസൈലത്തിലൊക്കെ ആയിരുന്നു, ആർക്കത്തിലായിരുന്നു, അവിടുന്ന് വന്നതാണ്. അപ്പം ഉള്ളിൽ എവിടെയോ ഹാങ്മാനുണ്ട്, പക്ഷേ അത് പുറത്ത് കാണിക്കാൻ പറ്റുന്നില്ല. പക്ഷേ അത് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. അത് നമുക്ക് മനസ്സിലാവും ഈ ഒരു ക്യാരക്ടറിനകത്തുനിന്ന്. അത്രയ്ക്ക് ബ്യൂട്ടിഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട് ഈ രണ്ട്, പെൻഗ്വിനായാലും ഓസോൾഡായാലും ഈ സോഫിയ ഫാൽക്കോൺ ആയാലും. ഒരു രക്ഷയില്ലാതെ ക്രാഫ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന 2 എപ്പിസോഡ്. ഈ ഒരു സീരീസ് എനിക്ക് തോന്നുന്നു അവസാനിക്കുന്ന സമയമാകുമ്പോഴത്തേക്ക് ഈ വർഷം ഇറങ്ങിയതിൽ സെക്കൻഡ് ബെസ്റ്റ് അല്ലെങ്കിൽ ഷോഗണിനോടൊക്കെ കോമ്പറ്റീഷൻ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിൽക്കുന്ന ഒരു ഷോ ആയിട്ട് മാറുമെന്നാണ് എനിക്ക് തോന്നുന്നത്. DC-യുടെ ഡ്രാമകളിലെ ദ ബെസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അതും ഒരു വില്ലൻ ക്യാരക്ടറിനെയാണ് ചെയ്യുന്നത്. ആ ഒരു വില്ലൻ ക്യാരക്ടറിൻ്റെ സ്റ്റോറിയാണ് ചെയ്യുന്നത്. നിങ്ങൾ ആലോചിക്കണം. സ്റ്റോറി ഞാൻ ഓൾറെഡി ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. സ്റ്റോറി നടക്കുന്നത് മാറ്റ് റീവ്സിൻ്റെ ബാറ്റ്മാൻ കഴിഞ്ഞ് 1 വീക്കിന് ശേഷമുള്ള സ്റ്റോറിയാണ്. കാർമൈൻ ഫാൽക്കോൺ മരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് നടക്കുന്ന സംഭവങ്ങളാണ്. ഈ പെൻഗ്വിൻ എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ഭയങ്കര പവർഫുള്ളായിട്ടുള്ള ക്യാരക്ടറൊന്നുമല്ല. പക്ഷേ ബുദ്ധി വെച്ചിട്ട് പുള്ളിയുടെ ലൈഫിന് ത്രെഡനായിട്ട് കുറേ സിറ്റുവേഷൻസ് വരും. അതായത് ഇപ്പോൾ ആളുകൾ കൊല്ലും എന്നൊരു സിറ്റുവേഷൻ വരും, അവിടെ നിന്നൊക്കെ പുള്ളി സർവൈവ് ചെയ്യുന്നൊരു സാധനമുണ്ട്. അതേപോലെ തന്നെ ഈ മറോണി എന്ന് പറയുന്ന ഫാമിലിയും ഫാൽക്കോണെയും തമ്മിലടിപ്പിക്കുന്നത് പുള്ളിയാണ്. അതായത് ഇതിനെ തമ്മിലടിപ്പിച്ചിട്ട് വേണം പുള്ളിക്ക് എന്തെങ്കിലും ആവാൻ എന്നുള്ള രീതിയിൽ പുള്ളി അത് ചെയ്യുന്നു. അതേപോലെ തന്നെ പുള്ളിയുടെ മദറുമായിട്ടുള്ള റിലേഷൻ, അതായത് ആകെ പെൻഗ്വിന് ഈ പൊസിഷനോടൊന്നും അല്ല, തൻ്റെ അമ്മയെ പ്രൗഡാക്കണം തന്നിലൂടെ എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അപ്പം ഈ ഒരു സീസണിൻ്റെ ഒരു പോയിൻ്റ് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും പെൻഗ്വിൻ്റെ അമ്മ മരിക്കണമല്ലോ. അങ്ങനെ ആയിരിക്കും, അതെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു. പിന്നെ വിക്ക് എന്ന് പറയുന്നൊരു ക്യാരക്ടർ, ആ ഒരു ക്യാരക്ടറുമായിട്ട് ഇപ്പോൾ പോകുന്നത് ഒന്നും അറിയില്ല. അതൊക്കെ മാറാനായിട്ടുള്ള സാധനങ്ങളുണ്ട്. എന്തായാലും 2 എപ്പിസോഡ് ഒരു രക്ഷയുമില്ല. ഇതിലെ ഫസ്റ്റ് എപ്പിസോഡ് എടുത്തു പറയുന്നതാണ്. ഫാൽക്കോൺ മരിച്ചതിന് ശേഷം പെൻഗ്വിൻ്റെ ലൈഫ് നടക്കുന്നത് ഒറ്റ ഡേയിൽ ആണ് കാണിക്കുന്നത്. സെക്കൻഡ് എപ്പിസോഡ് തന്നെയാണ് 2 ഡേ ആണ് 2 എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത്. അത്രയ്ക്ക് വേറെ ലെവലായിട്ട് തന്നെ ചെയ്തിട്ടൊരു സീരീസാണ്. എന്തായാലും നിങ്ങൾ കാണുക, ഇത് ദ ബെസ്റ്റ്.